ഹരേ രാമ ഹരേ കൃഷ്ണ. സൂര്യനെ പോലെ ഭാഗ്യം കൊണ്ട് മിന്നിത്തിളങ്ങും ഈ രാശിക്കാർ. നിങ്ങളുടെ സുവർണകാലം ആരംഭിച്ചു. സമ്പത്ത് ഇരട്ടിയാകും. ബിസിനസ്സിലും ലാഭം വന്നു ചേരും. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ബമ്പർ നേട്ടങ്ങളാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരത്തിൽ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നതാണ്. ദീർഘകാലത്തെ തെറ്റിദ്ധാരണകൾക്ക് വിട പറഞ്ഞ് പ്രിയ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ പുനരഞ്ജനം ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സൗഹൃദവും നിറയ്ക്കും. കുടുംബാംഗങ്ങളും ബന്ധുക്കളും സന്തോഷവും സമാധാനവും സ്നേഹവും നിറയ്ക്കുന്നതാണ്. ഈ സമയം അവരുമായി വളരെയധികം സമയം ചെലവഴിക്കുവാനും അവരുടെ പിന്തുണയും സ്നേഹവും ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് വന്നു ചേരുന്നത്. സുഹൃത്തുക്കളോടൊപ്പം ഒരു ആവേശകരമായ യാത്ര നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ രാശിക്കാർക്ക് കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ഫലം ലഭിക്കുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്താനും അനുയോജ്യമായ സമയമാണ് നിങ്ങൾക്കിത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഒരു മേഖലയാണെങ്കിൽ ഇത് ഒരു മികച്ച അവസരമായിരിക്കും. ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള കരാറുകളിലോ ഇടപാടുകളിലോ വീഴ്ച സംഭവിക്കാം. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വഞ്ചനയോ നഷ്ടമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവ വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ. ആവശ്യമെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യുക. ഈ ആഴ്ച വളരെയധികം ശ്രദ്ധാലുവായിരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും കോപത്തിൽ ആലോചനയില്ലാതെ വഴക്കിനും വക്കാണത്തിനും ചാടി ഇറങ്ങാതിരിക്കുക. വ്യാഴമാറ്റം കൂടി പരിഗണിക്കുമ്പോൾ വളരെ സംയമനം പാലിക്കേണ്ട കാലമാണ് നിങ്ങൾക്കിത്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് ഇത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം. ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും ഉദരസംബന്ധമായ രോഗങ്ങൾ, വിഷബാധ തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. മനഃശാന്തി കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ഭാഗ്യഹാനിയും അലച്ചിലും അനുഭവപ്പെട്ടാലും നിരാശരാകരുത്. ധനകാര്യ ഇടപാടുകളിൽ ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യുക. അനാവശ്യമായ ചിലവുകൾ, അനാവശ്യമായ യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ചതിയും വഞ്ചനയും അനുഭവിക്കുവാൻ യോഗമുള്ളതിനാൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ആരെയും അമിതമായി വിശ്വസിക്കുകയും വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വളരെയധികം ദോഷം നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഈ വെല്ലുവിളികളെ നേരിടാൻ ക്ഷമയും ധൈര്യവും നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുകയും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യുക. ഓർക്കുക, ഈ വെല്ലുവിളികൾ താൽക്കാലികമാണ്. ശരിയായ മനോഭാവവും നടപടിയും കൈക്കൊണ്ട് നിങ്ങൾക്ക് അവയെ മറികടക്കുവാൻ കഴിയുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് നിങ്ങൾക്കിത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ സമയത്ത് ചില വെല്ലുവിളികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ട് മാനഹാനിയും ധനനഷ്ടവും വരുത്തിവെക്കും. സംശയാസ്പദമായ വ്യക്തികളുമായി ഇടപഴകുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കളും സുഹൃത്ത് ബന്ധങ്ങളും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. അവിഹിത ബന്ധം, അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ പക്ഷിബാധ ഏൽക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിൽ കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ക്ഷമയും ധാരണയും പുലർത്തുകയും തുറന്ന ആശയവിനിമയം നടത്തുന്നതിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ഉത്കണ്ഠ കൂടുന്നത് മൂലം പല അബദ്ധങ്ങളും ചെന്നുപെടുവാൻ സാധ്യതയുണ്ട്. ശാന്തത പാലിക്കുകയും ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുക. ചുറ്റുപാടുകളെക്കുറിച്ചും എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ചും ശ്രദ്ധാലുവായിരിക്കുക. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും എല്ലാ വശവും ശ്രദ്ധാപൂർവം പരിഗണിച്ചതിനു ശേഷം നടപടിയെടുക്കുകയും ചെയ്യുക. വ്യാഴമാറ്റത്തിന് മുൻപ് അഷ്ടമത്തിലെ ശനി ബുദ്ധിമുട്ടിക്കുവാൻ ശ്രമിക്കുന്നതായി ഉൾക്കൊള്ളുക. വ്യാഴമാറ്റത്തോടെ ആശ്വാസം ലഭിക്കുന്നതാണ്. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം ശനിയാഴ്ച, ബുധനാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് വന്നുചേരുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ വാരം സന്തോഷവും വിജയവും നിറഞ്ഞ സമയമായിരിക്കും. നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് വിജയം ലഭിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, പ്രമോഷൻ, പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിറയും. ഈ വാരം രുചികരമായ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കുന്നതാണ്. ധനപരമായി നേട്ടം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി ഉണ്ടായിരുന്ന മാനസികമായ പിരിമുറുക്കം കുറയും. സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അനുയോജ്യമായ ഫലങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ സമയത്ത് നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ മേൽ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. നിയമപരമായ വിജയം, സാമ്പത്തിക പുരോഗതി, തൊഴിൽ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുക്കളെ മറികടക്കുകയും അവരുടെ ദുഷ്ട ഉദ്ദേശ്യങ്ങൾ പരാജയപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കോടതിയിൽ നിന്നും കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി വിധി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പുരോഗതി, വരുമാനം വർദ്ധിക്കുക, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക, ലാഭകരമായ നിക്ഷേപങ്ങൾ നടത്തുക എന്നിവ സംഭവിക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുകയും ചെയ്യും. നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയമാണ്. ചുറ്റുപാടുകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ലഭിച്ച നേട്ടങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും സഹായിച്ചവരോട് നന്ദി പറയുകയും ചെയ്യേണ്ടതാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അനുയോജ്യമായ നിങ്ങൾക്ക് ഗുണം വന്നു ചേരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക വിഷമത, അപകട സാധ്യത എന്നിവ ബുദ്ധിമുട്ടിച്ചേക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ രോഗമോ രോഗാവസ്ഥയോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുക. കഴിവതും അവരുടെ ഒപ്പം കഴിയുവാൻ ശ്രമിക്കേണ്ടതാണ്. മനഃശക്തി കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. തിലഹോമ ക്രിയ നടത്തിയാൽ അത്തരം ദുസ്വപ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒന്നിലധികം തവണ കാണുന്ന പക്ഷം വിശദമായ ഗണന നടത്തി പരിഹാരാദി ക്രിയകൾ ആവശ്യമായി വന്നേക്കാം.
വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും വാഹനം ഓടിക്കുമ്പോൾ യാതൊരു ശ്രദ്ധയും വ്യതിചലിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. അലച്ചിൽ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഒഴിവാക്കുകയും ആവശ്യത്തിന് വിശ്രമം ലഭ്യമാക്കുകയും ചെയ്യുക. ദൂരദേശ യാത്രകൾ നടത്തിയേക്കാം. യാത്ര പോകുന്നതിന് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുക. ഈ വെല്ലുവിളികളെ നേരിടാൻ ക്ഷമയും ധൈര്യവും ആവശ്യമാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സാധ്യതയുണ്ട്. മാതാവുമായി വാക്ക് തർക്കങ്ങളിൽ പെടുവാൻ സാധ്യതയുണ്ട്. ക്ഷമയും ധാരണയും പുലർത്തുവാൻ ശ്രമിക്കുക. മാതാവിനെ നിന്ദിക്കുന്നത് ജ്യോതിഷപരമായി പരിഹാരമല്ല. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ജോലിയിലൂടെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. വിശ്രമിക്കുവാനും സമ്മർദ്ദം കുറയ്ക്കുവാനും സമയം കണ്ടെത്തുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധാലുവായിരിക്കുകയും ചെയ്യേണ്ടതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ശനിയാഴ്ച, ബുധനാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൂലം വളരെയധികം അനുയോജ്യമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം ആദ്യ കാൽഭാഗം. ഈ സമയത്ത് തൊഴിൽ ജീവിതത്തിൽ നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലെ നിങ്ങളുടെ ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ് മെച്ചപ്പെടുകയും ചെയ്യും. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കാണിക്കുകയും നിങ്ങൾ ചെയ്യുന്നതാണ്. കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും മേലധികാരിയും സഹപ്രവർത്തകരും പ്രശംസിക്കും. ഈ അനുകൂല സാഹചര്യം കഴിവുകൾ പ്രകടിപ്പിക്കുവാനും കരിയറിൽ മുന്നേറ്റം ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുക. പുതിയ അവസരങ്ങൾ നേടുവാനും കഴിവുകൾ വികസിപ്പിക്കുവാനും മടിക്കരുത്. ഈ സമയം തൊഴിൽ ജീവിതത്തിൽ ഒരു നല്ല നാഴികക്കല്ലായി മാറുവാൻ സാധ്യതയുണ്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ശനിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും പറ്റിയ സമയമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈ സമയത്ത് നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. നിലവിലുള്ള രോഗങ്ങൾ സുഖപ്പെടുവാൻ സാധ്യതയുണ്ട്. രുചികരമായ ഭക്ഷണം കഴിക്കുവാനും ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുവാനും സാധിക്കും. ധനപരമായി നേട്ടം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം തുണയ്ക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയുകയും ചെയ്യും. എന്നാൽ ചിലർക്ക് കണ്ണിൽ അസ്വസ്ഥതയോ അണുബാധയോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അകാരണമായ തലവേദന പോലുള്ള ശിരോരോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടും. സംസാരിക്കുമ്പോൾ ശാന്തത പാലിക്കുകയും ക്ഷമയോടെ പെരുമാറുകയും ചെയ്യുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. വളരെ കാലമായി തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിയിരുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ തമ്മിൽ പുനഃസംഗമം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗശാന്തി, മനഃശാന്തി, നിദ്രാസുഖം എന്നിവ അനുഭവപ്പെടും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുവാനും
അവരുടെ കരിയറിൽ വലിയ പുരോഗതി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ചിലപ്പോൾ മാനസികമായ വിഷമതകളും ഉത്കണ്ഠയും അനുഭവപ്പെടും. യാത്രകൾ വിഷമകരമാകുവാനും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നും ശല്യം ഉണ്ടാകുവാൻ സാധ്യത. അവിട്ടം, ചതയം, പോരുരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മൂലം വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ വാരം നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക നേട്ടങ്ങളും വെല്ലുവിളികളും ശത്രുക്കളുടെ ശല്യവും രോഗശാന്തിയും ഭക്ഷണ സുഖവും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നേട്ടം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള രോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യും. രുചികരമായ ഭക്ഷണം, വിശിഷ്ട ഭക്ഷണം എന്നിവ കഴിക്കുവാനും യോഗം കാണുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അതനുസരിച്ചുള്ള നിങ്ങളുടെ ചിലവുകളും വർദ്ധിക്കുന്നതാണ്. വരുമാനവും ചിലവുകളും കണക്കാക്കി സൂക്ഷിക്കുക. ശത്രുക്കൾ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളെ നേരിടുവാൻ ജാഗ്രത പാലിക്കുകയും അവരുടെ തന്ത്രങ്ങളിൽ വീഴാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വാരം സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ചതി വരുവാൻ സാധ്യതയുണ്ട്. അന്യ സ്ത്രീകളുമായി, അപരിചിതരായ ആളുകളുമായി അകലം പാലിക്കേണ്ടതാണ്. ഈ വെല്ലുവിളികളെ നേരിടാൻ ശാന്തതയും ജാഗ്രതയും പുലർത്തുന്നത് നല്ലതാണ്. പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ശനിയാഴ്ച, ബുധനാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് ഇത്. നിങ്ങൾക്ക് വന്നു ചേരാവുന്ന കഷ്ടതകൾ എല്ലാം അകന്നു പോകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.